റിമിക്ക സാധാരണ ഇപ്പൊ റിമിക്ക് പുതുതായിട്ട് അറിയില്ലായിരിക്കും. സാധാരണ നമുക്ക് ഈ ഒരു സമയത്ത് എവിടുന്നോ ഒരു പണി വരുന്ന ഒരു രീതി നമ്മൾ യൂഷ്വലി ഇവിടെ എനിക്ക് വരാറുണ്ട്. എനിക്ക് എന്താ ഒരു പണി വരണ പോലൊരു പനിയാണോ പണി നല്ല പണി വരും. ചിലപ്പോ ഇവിടെ ഓടിക്കേറി വരും. വെയില് കൊള്ളാതെ അടങ്ങുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം പെണ്ണെ, അഭിനയിക്കുന്ന കൊള്ളാം, പക്ഷെ പുറത്ത് തൊടാനോ കെട്ടിപ്പിടിക്കാനോ ഉമ്മ വെക്കാനോ ഞാൻ സമ്മതിക്കില്ല. ആ നിമിഷം ഞാൻ തന്നെ വിളിച്ചോണ്ട് പോകും. എന്റെ സുഖേട്ടാ, ഈ പരസ്യത്തിന് വിളിച്ചപ്പോ തൊട്ട് നിങ്ങൾ ഇത് തന്നെയല്ലേ എന്നോട് പറഞ്ഞിരിക്കുന്നത്, തുടരുതെന്ന്. ഒരു മിനിറ്റ്, ഞാൻ എവിടെയെങ്കിലും തൊടാറുണ്ടോ ആരുടെയെങ്കിലും? ആ നിമിഷം ഞാൻ വിളിച്ചോണ്ട് പോകും. ഓ ശരി. ആഡ് ഇവിടെയാണോ നടക്കുന്നത്? നിങ്ങൾ കെട്ടിയ ആട് ഇവിടെയാണോ നടക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. അയ്യോ അതല്ല, ആഡ് പരസ്യം, അഡ്വർടൈസ്മെന്റ് ആണോ? അതെ അതെ. പൊട്ടുംകുഴി അജയൻ സാർ. പൊട്ടുംകുഴി അജയൻ സാർ. പൊട്ടക്കുഴിയോ? ഇവിടെ കുഴിയൊന്നുമില്ല. വന്നില്ല സാർ? അതല്ല, നമ്മുടെ പരസ്യത്തിന് അഭിനയിക്കാൻ വേണ്ടി വിളിച്ച ആളുടെ പേരാണ്, ഡയറക്ടറുടെ പേരാണ് പൊട്ടുംകുഴി അജയൻ. അങ്ങനെ ഒരു ആള് ഇവിടെ ഇല്ല. ഞങ്ങൾ ഇപ്പൊ ഇവിടെ റിമിയുണ്ട്, നാദിക്കയുണ്ട്, നസീർക്കയുണ്ട്. ഞങ്ങൾ ഷൂട്ട് നടക്കുന്നത് ഇവിടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഷൂട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. നമസ്കാരം. ഹലോ. വീണ വീണില്ല, വീഴും ഇങ്ങനെയാണെങ്കിൽ. അല്ല, എന്റെ പേര് ആക്ട്രസ് ആണോ? അതെ. ഓ, ഇത് വീണതാണോ? അതെ, ഞാൻ പ്രേമിച്ച് കല്യാണം കഴിക്കാനുള്ള പ്ലാനിങ് കെട്ടിയില്ല, ഞാൻ കെട്ടും. അതാണ് ചോദിച്ചത്. പണ്ട് മുതലേ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു സിനിമാ നടിയെ കല്യാണം കഴിക്കായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒരുപാട് പേരെ പിറകെ നടന്നു, പക്ഷെ ആരും സമ്മതിച്ചില്ല. അതുകൊണ്ട് മാമന്റെ മോളെ പ്രേമിച്ച് ഇവളെ നടിയാക്കിയിട്ട് ഞാൻ കെട്ടും. ഭയങ്കര കെയറിംഗ് ആണ് കേട്ടോ നിങ്ങൾ, ഭർത്താവ് പോലെ തന്നെ. ഭർത്താവ് ഇത്രയും കയറിയില്ല കേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ടി വി പരിപാടികളൊക്കെ കാണാറുണ്ട്. സ്റ്റേജിലൊക്കെ കയറി വന്ന കറക്റ്റ് ഒരു പന്തം കണക്കാണ് എല്ലാവർക്കും ഒരു. പക്ഷെ ഇപ്പം തീപ്പൊട്ടി കളി കണക്കായി പോയി. വല്ലതൊക്കെ കഴിക്കണം കേട്ടോ. കഴിക്കുന്നുണ്ട്. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിച്ചോ? അയ്യോ എനിക്ക് വേണ്ട, ഞാൻ ഇപ്പോഴല്ലേ ഉണക്കമുന്തിരി കഴിച്ചത്. വേണ്ട എപ്പോഴും തീറ്റിച്ചോണ്ടിരിക്കും. അവരൊക്കെ മറ്റേ കുങ്കുമപ്പൂവൊക്കെ തിന്നണം. നീ എന്റെ അതിനുള്ള പൈസ പോലും നീ നിങ്ങൾ കഴിക്കുന്നൊക്കെ ഇത്തിരി മാറി കഴിച്ചെങ്കിൽ കൊള്ളാം. അയ്യേ, അജയൻ സാർ ഇവിടെ വരാന്നാ പറഞ്ഞത്. ഒരു സാർ ഇവിടെ വന്നിട്ടില്ല. ഇപ്പഴല്ലേ ബൂസ്റ്റ് കുടിച്ചത്. എനിക്ക് വേണ്ട. ഹലോ സഹോദര, ഹലോ, ഒന്ന് നിങ്ങൾ ഈ പുറത്തു പോയിട്ട് അതാണ് ഒന്ന് പറയുന്നത്. അജയൻ വരെ. അജയ വന്ന് എത്ര നേരമായിട്ട് നമ്മളിവിടെ നിൽക്കണമെന്ന് അറിയാം. ഒന്നുമില്ല, ഒരു സിനിമയുടെ ഡിസ്കഷൻ, അതായത് അല്പം താമസിച്ചു പോയത്. താങ്കളാണോ പൊട്ടക്കുഴി? അതെ, ഞാനാണ് പൊട്ടക്കുഴി അജയൻ. അല്പം താമസിച്ചു പോയി. ഞാൻ ഹിന്ദിയിലൊരു സിനിമ ചെയ്യാൻ പോകുന്നത്, ലൂസിഫറിന്റെ ഹിന്ദി. എന്താണ് പേരെന്താണ്? ലൂസിഫർ തന്നെ, അത് ഹിന്ദിയിലാണ്, അതിന്റെ സംഭാഷണങ്ങളെല്ലാം ഹിന്ദിയിലാണ്. അപ്പൊ ആരാ അഭിനയിക്കുന്നത്? ഷാരൂഖ് ഖാൻ. അപ്പൊ അദ്ദേഹം ഒന്ന് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പൊ പ്രൊഡ്യൂസർ ഒത്തു വന്നില്ല. ഒരു ഞായറാഴ്ച പാർട്ടിക്കാരനാണ് ഒരു അണ്ണാച്ചി. അതുമായിട്ടുള്ള ഡിസ്കഷനാണ്. അപ്പൊ ഷൂട്ടിങ് ഒരു അല്പം താമസിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു ആഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ലാലേട്ടന്റെ റോൾ ആര് ചെയ്യുന്നത്? ഷാരു. ഇന്നലെയും കൂടെ ഷാരൂഖ് ഖാൻ സംസാരിച്ചായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു പ്രോജക്ടിന്റെ കാര്യം എന്നോട് പറഞ്ഞില്ല. പ്ലാനിങ് നടക്കുന്നല്ലേ ഉള്ളൂ. അത് സസ്പെൻസ് ആണ്. പൊട്ടക്കുഴി അജയന് കിട്ടുന്നത് ഏറ്റവും വലിയൊരു എൻട്രിയാണ് സിനിമ ഫീൽഡിലേക്കുള്ളത്. അയ്യോ സോറി, എപ്പോ വന്നായിരുന്നു? എന്താടു ഓടിയാ മതി, വീഡിയോ ഒന്നും വേണ്ട. വീഡിയോ നീ എന്തിനു പുറത്തോടാൻ പോയത്? മാറി സംസാരിച്ചാൽ മതി. പുറത്തോട്ടുള്ള ഒരു അഭിനയം ഇവിടെ വേണ്ട. ഞാൻ നിന്നോട് പറഞ്ഞു പുറത്തോട്ട് ഞാൻ വിളിച്ചോണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അല്ല ഇതൊക്കെ പറയാൻ ഇയാളാണ്? ഞാൻ അവളെ കെട്ടാൻ പോകുന്നല്ലോ. ഇയാൾ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അത് കൊള്ളാലോ. ഈ കുട്ടി പറഞ്ഞല്ലോ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചത്. കൂടുതൽ സംസാരിക്കുന്നത് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ പുറത്തോടെ സമ്മതിക്കില്ല. ഇന്നുവരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു ചെയ്തിട്ടില്ല? കഴിഞ്ഞ ഇവരുടെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടതാണ്. അത് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. മുട്ടത്തോടിലെ പ്രണയം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിൽ ഇവര് ഒരു പയ്യനുമായിട്ട് കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന സീനുണ്ട്. എപ്പോഴേ? എടോ, താൻ കാണാത്തതുകൊണ്ട് ഞാൻ കണ്ടിട്ട് ആ സീൻ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ കുട്ടിയെ സെലക്ട് ചെയ്തത്. ഞാൻ നിന്റെ അടുത്ത് അവിടെ അഭിനയിക്കാൻ പോയപ്പോഴേ ഞാൻ പറഞ്ഞു കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണ സീൻ ഉണ്ടെങ്കിൽ ചെയ്യരുത് ഞാൻ പറഞ്ഞു. നീ പിന്നെ എന്തിനു കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ പോയി? നീ പ്രാന്താണ് ഇവന്. ഇങ്ങോട്ട് വന്ന ഒരു കാര്യം പറയാം. എന്റെ സുഖമായിട്ട് അത് സ്വപ്നത്തിലായിരുന്നു. അതാ നായകൻ സ്വപ്നം കണ്ടതാ. സ്വപ്നത്തിൽ കെട്ടിപ്പിടിക്കുക ഉമ്മൊക്കെ ചെയ്യാലോ. സ്വപ്നല്ലേ, അല്ലാതെ ശരിയായിട്ടല്ല. അത് കുഴപ്പമില്ല. സ്വപ്നത്തിൽ നമുക്ക് എന്താണ് ചെയ്യാം? ഞാൻ ഇന്നലെ ഫ്ലൈറ്റ് ഓടിച്ച് പോകണൊക്കെ സ്വപ്നം കണ്ട, അത് നമ്മൾ ചെയ്യുന്നതാണ്. അല്ല നാളെ കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായോ നിനക്ക്? ഈ ആഡില് സ്വപ്നം ഉണ്ടോ? 7 സ്വപ്നമുണ്ട്. സ്വപ്നം കണ്ടു ഇത് എന്റെ ഒരു സ്വപ്നമാണോ? ഇയാളൊന്ന് അടങ്ങടോ ഒന്ന്. നീ അഭിനയിക്കുള്ള സെറ്റപ്പ് അല്ല ചെയ്തായി. കോസ്റ്റ്യൂം എല്ലാം ഓക്കെ ആണ്. വേറെ ഒന്നുമില്ല. വേണ്ട. ഇപ്പൊ
ശരി വേണ്ട. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. ഇപ്പം നടന്നു വരുന്ന ഒരു സീനാണ്. നടന്നു വരുന്നു, അവിടെ നമ്മൾ കട്ട് പറയാം. അത് തൽക്കാലം ആദ്യം അതെടുക്കാം. ഓക്കെ, ക്യാമറ റെഡി അല്ലേ? അയ്യോ ഞാന് മാറിക്കണോ? ഒന്ന് മാറിക്കണം. എന്തിനാണ് ഫീൽഡിൽ ആരാ നിൽക്കുന്നത്? ഒന്ന് മാറി നിൽക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്നറിയാം. ഇതാരുടെ ഇവിടെ ആരും ഇല്ലടോ നോക്കാനുണ്ട്. ഫീൽഡിൽ ആള് കയറി വന്ന് നിൽക്കുന്നുണ്ടല്ലേ? ക്യാമറ റെഡി അല്ലേ? റെഡി. അപ്പൊ ക്യാമറ അടുത്തു എന്ന് പറഞ്ഞോ. ക്ലോസ് അവിടെ നിൽക്കാം ക്യാമറ. അപ്പം ഓക്കെ, റെഡി അല്ലേ? റെഡി. ക്യാമറ റെഡി. റൈറ്റ്. കേറാനുള്ളവരൊക്കെ കേറി നിൽക്കേ. ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. മുന്നോട്ട് കയറി നിൽക്കേ. കേറി വാ. മതി. ഓക്കെ, ആ സീനൊക്കെ ആയി. എന്റെ ഇത് സംഭവം എന്തെന്നറിയാം? പൊട്ടൻകുഴി അജയൻ പ്രൈവറ്റ് ബസ്സിലെ കിളിയായിരുന്നു ആദ്യം. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സിലെ കിളി. അപ്പൊ അതിനകത്ത് പറഞ്ഞ ശീലമാണ് അത് പോട്ടെ റൈറ്റ് എന്ന് പറഞ്ഞ വണ്ടി എടുക്കാൻ. അതാണ് ക്യാമറ നീങ്ങാൻ വേണ്ടി പോട്ടെ റൈറ്റ്. നീ എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നത്? നീ അവിടെ പ്രൈവറ്റ് ബസ്സിലെ കിളിയല്ലായിരുന്നു? അത് പണ്ട്. ഞാനിപ്പോ ഡയറക്ടറാണ്. പൊട്ടൻകുഴി അജയൻ പ്രശസ്തനായ ഡയറക്ടറാണ്. മനസ്സിലായോ? പിന്നടിയായി. ഈ പൈസയുടെ കേസ് എങ്ങനെ? ഏത് പൈസ? പേയ്മെന്റിന്റെ കേസ് എങ്ങനെയാണ്? പേയ്മെന്റ് ആര്? എടാ ശമ്പളം കൊടുക്കണ്ടേ? എന്റെ പെണ്ണിന്റെ ശമ്പളം കൊടുക്കണ്ടേ? അത് എത്രയാണെന്ന് അത് ഫിക്സ് ചെയ്തില്ല നമ്മൾ ഇതുവരെ. അത് പിന്നെ അഭിനയിച്ച് കഴിയുമ്പോ പറയും എത്രയാന്ന്. അല്ല, നമ്മൾ ആദ്യമേ പൈസ വാങ്ങണം. അത് പറയും. അവരൊക്കെ അങ്ങനെയാണെന്ന് ആദ്യമേ നീ പൈസ കൊടുക്കാന്ന് പറഞ്ഞാ പരിപാടിക്ക് ഇറങ്ങുന്നത്. അല്ല, പൈസ കഴിക്കുന്നു. പൈസ വേണം. എന്ത് പൈസ? ഇവിടെ അഭിനയിക്കുന്നതിന് കാശ് വേണം. എന്റെ പൊന്നു ചങ്ങാതി, അവര് വണ്ടിക്കൂലി മതി പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനകത്ത് സെലക്ട് ചെയ്തത്. നീ അങ്ങനെ പറഞ്ഞോടി. ഇങ്ങോട്ട് മാറി. ഇവിടെ സംസാരിക്കാണോ? ഞാനോട് നീ സംസാരിക്കരുത്. ഹലോ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 1 ലക്ഷം രൂപ ഞാൻ ഇവിടെ അഭിനയിപ്പിക്കും. 1 ലക്ഷം? എന്റെ പൊന്നു സുഹൃത്തെ, വണ്ടിക്കൂലി തരാം. അതിൽ കൂടുതൽ എന്റെ കയ്യിലില്ല. ആണുങ്ങളെ സംസാരിക്കാം. ശമ്പളം തരും, നീ അടങ്ങും. തരുവോ ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ എന്റെ പൈസ തരാനില്ല. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാം. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എടാ, നിങ്ങളൊന്ന് സഹകരിക്കണേ. ഞാൻ പറഞ്ഞ ദിവസം ഇപ്പം പെട്ടെന്ന് ചാടി വന്ന് 1 ലക്ഷം പറഞ്ഞ ഞാൻ ചെയ്യും. നിങ്ങൾ ഇത് കണ്ടോ? ഇത് ഞാൻ ഈ ക്യാമറയും ഈ യൂണിറ്റും ഒക്കെ എടുത്ത് ഒരു ദിവസം എനിക്ക് എത്ര രൂപയുടെ നഷ്ടമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഡയറക്ടറോട് ഇങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ആർട്ടിസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടല്ലേ ഇപ്പൊ വന്നത്? അങ്ങനെ പറഞ്ഞിട്ട് ഇത് അഭിനയിക്കാൻ വന്നു കഴിഞ്ഞിട്ടാണോ ഈ പേയ്മെന്റ് ചോദിക്കുന്നത്? അതിനെ നേരത്തെ വണ്ടിക്കൂലി മതി എന്ന് പറഞ്ഞ ആ ടീമാണ് അതൊക്കെ. പൊട്ടക്കുഴി അജയൻ പേരെങ്ങനെ ഒന്ന്? പൊട്ടക്കുഴി അജയൻ വീട്ടുപേരാ? താമസിക്കുന്ന സ്ഥലം അവിടെയാ? അവിടെ തന്നെ. നല്ല പേരാട്ടാ. വീട്ടുപേരെന്താ? എന്റെ വീട്ടുപേര് മാവേലി ഇരുന്ന പണ്ട്. വർഷത്തിൽ ഒരിക്കലേ വീട്ടിൽ ചെല്ലാറുള്ളൂ? മാവേലി അല്ല, വർഷത്തിൽ ഒരു തവണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. എന്തായാലും അത് പോട്ടെ, അതങ്ങനെ അങ്ങനെ കിടക്കട്ടെ. വീട്ടുപേരൊക്കെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. റിമി എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരണം. അവരെ വിളിച്ചിട്ട് ഒന്ന് പറയണം, നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് വന്നത്. പൊട്ടക്കുഴി അജയൻ സാറിന്റെ ഒരു കോള് വെയിറ്റ് ചെയ്തിരിക്കുക ഞാൻ. നിങ്ങൾക്കിപ്പോ വണ്ടിക്കൂലിയെങ്കിലും കിട്ടില്ലോ. സാറിന്റെ ഒരു വിളി വന്നു കഴിഞ്ഞാൽ ഞാൻ വണ്ടിക്കൂലി പോലും ചോദിക്കാതെ ഞാൻ അഭിനയിച്ചിട്ട് പോകുന്ന ഒരാളാണ്. ഇതൊന്നും റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരാൾക്ക് ഒരു ജീവിതം കിട്ടുന്നതല്ലേ അല്ലേ? ഞാൻ ഏറ്റു. ഈ വീട്ടിൽ കയറി വന്ന മഹാലക്ഷ്മിയെ പുറംകാലം അതൊക്കെ കയ്യിലുണ്ടെന്നേ. കൈന്നിട്ടോളും. ആ പുള്ളിക്കാരിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്താ പോരെ? ഓക്കെ പറഞ്ഞാ പോരെ? ഹലോ, ഓറഞ്ച് വാൻ ഇഞ്ഞു വന്നേ. എന്താ വിളിക്കുന്നു? അതെ, ചേട്ടനോട് ഞാൻ സമാധാനം ഞാൻ പറയണൊന്ന് കേക്ക്. ഒന്നുമില്ലല്ലോ, എന്നെ ടിവിയിലൊക്കെ കണ്ടോണ്ട് സ്നേഹം ഇഷ്ടമുണ്ടല്ലോ. നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഒരു വാല്യൂ അറിയത്തില്ലാഞ്ഞിട്ടാ. ഈ പൊട്ടക്കുഴി അജയൻ എന്ന് പറഞ്ഞ ഇപ്പൊ എന്നോടാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ഓഫർ വന്നെങ്കിലുണ്ടല്ലോ, നിങ്ങൾ എത്ര 1 ലക്ഷം ഞാൻ അതുപോലും ചോദിക്കാണ്ട് ഫ്രീ ആയിട്ട് വണ്ടിക്കൂലി മാത്രം തന്നാ മതി എന്ന് പറഞ്ഞ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ഞാൻ ചെയ്ത് കളയും. പിന്നെ അതുകൊണ്ട് ഞാൻ ഇനിയും ഞാൻ പറയാ, വലതുകാലം വെച്ച് മഹാലക്ഷ്മിനെ ചവിട്ടി പുറത്താകരുത്. വന്ന ഭാഗ്യം തട്ടിക്കളയരുത്. മനസ്സിലായി, ഉദ്ദേശിച്ചത് മനസ്സിലായി. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അഭിനയിക്കാം. അല്ല, അവര് പറഞ്ഞെങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും. ഇവ അവിടെ എന്റെ നാട്ടിൽ ബസ്സോന്റെ പുറകെ നടന്നോണ്ട് എനിക്ക് പിന്നെ വലിയ വിലയില്ലാതായി പോയി. അജയ് എവിടെ കളയാ? ഓറഞ്ച് തന്നെ. ഒരു കാര്യം ചെയ്യാം, അവര് പറഞ്ഞ സ്ഥിതിക്ക് കാശൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് വണ്ടിക്കൂലിയും വേണ്ട, നമ്മൾ ചെയ്യാം. വേണ്ട, തുടങ്ങാം. വേണ്ട, നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഇത് അജയന്റെ ആടാണ്, മനസ്സിലായി? അജയന്റെ ആടാ വിജയന്റെ എരുമ, അതല്ലേ പ്രശ്നം. നിങ്ങൾ ഫ്രീ ആയിട്ട് അഭിനയിക്കും. നീ എരുമ ആടിന്റെ കാര്യമല്ല പറഞ്ഞത്, ഇത് അജയന്റെ ലൊക്കേഷൻ ആണെന്ന്. മനസ്സിലായോ? നീ ഇപ്പൊ മനസ്സിലായോ? നീ എന്താ സ്വഭാവം അറിവുള്ളവർ പറഞ്ഞപ്പോ നിനക്കിപ്പോ ബോധ്യമായല്ല. നീ ഇങ്ങനെയല്ല നേരത്തെ സംസാരിച്ചേ. നീ അഭിനയിക്കണ്ട, നീ എന്റെ പെണ്ണിനെ കൊണ്ട് നീ പൊയ്ക്കോ. അയ്യോ അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ റെഡിയായാ വന്നത്. ഒന്നും വേണ്ട, അയ്യോ അതിന്റെ ആവശ്യമില്ല.
ആവശ്യമില്ല. പൊക്കോ പൊക്കോ പൊക്കോ. നിനക്ക് നീ എന്തിനാണ് വീണ്ടും നാണം കെട്ടിക്കുന്നത്? നീ വാ, നീ എന്റെ പുറകെ പോ. ഒറ്റയെടുത്തം കാരണമാണ് കണ്ട നല്ലൊരു ആടായിരുന്നു. ഇനി അവസരം ചോദിച്ചാൽ എന്റെ ലൊക്കേഷൻ വന്നാണ്ട് നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ആരടാ പറഞ്ഞ? നീ പോടാ, പറയ പൊക്കോ. നീ ഓറഞ്ച് വേണോ ആവശ്യം? വേണ്ട, ഒരു ഓറഞ്ച് വേണ്ട, കൂടെ കളയത്. ക്യാമറ അങ്ങോട്ടോ അങ്ങോട്ടോക്കെ. ക്ലോസ് വേണം. ഇതെന്താ സംഭവം? അല്ല റിമി റെഡി അല്ലേ? എന്തിന്? അല്ല എന്തിനാ? അല്ല അവരെ ഞാൻ പറഞ്ഞു വിട്ടു. അല്ല അതെ ഓക്കെ, അതെ റിമി എന്തിനാ റെഡി? അല്ല അത് ഞാൻ ചോദിക്കുന്ന ആ പുള്ളിക്കാരി ഓക്കെ പറഞ്ഞല്ലേ ചേട്ടൻ്റെ അടുത്ത് എന്തിന്? അഭിനയിക്കാൻ? അവരെക്കാൾ പ്രശസ്തിയല്ലേ റിമി. എനിക്കിപ്പോ റിമി സമ്മതിച്ച സ്ഥിതിക്ക് അവരെന്തിനാ എനിക്ക്? റിമി വണ്ടിക്കൂലി പോലും വേണ്ടാന്ന് പറഞ്ഞ് അഭിനയിക്കാൻ തയ്യാറായില്ലേ? പിന്നെന്താ അവരെന്തിനാ? പിന്നെ ഞാനെന്തിനാണ്? അത് ചേട്ടൻ പറഞ്ഞില്ലേ അവരെന്ന് എങ്ങനെയെങ്കിലും ക്ലോസ് വെക്കണം അങ്ങോട്ടെ. നീ ക്ലോസ് വെക്കാൻ അങ്ങോട്ടെ. ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യാനായിട്ട്? എന്റെ ഇതാണ്ട് എന്റെ തെളിവുണ്ട്. ഞാൻ റിപ്പോർട്ട് ഇതൊക്കെ വലിയ കുരിശാണെങ്കിൽ ഇത് എന്നോട് പറയണ്ട. ഇങ്ങനത്തെ പരിപാടി കൊണ്ട് ഈ പൊട്ടക്കുഴി ആരാന്നും പറഞ്ഞോണ്ട് ഇത് ഇല്ല. ഇപ്പൊ വാക്ക് പറഞ്ഞത് ശരിയല്ല. ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തെളിവുണ്ട് ഇതിനകത്ത്. ഏത് റിമി പറഞ്ഞോ? നിങ്ങൾ രണ്ടുപേരും സാക്ഷിയായിട്ടിരിക്കുന്ന തെളിവുണ്ട്. നിങ്ങൾ അപ്പുറം ഇടുന്നോണ്ട് അതിന്റെ നടുക്കിരുന്നാണ്ട് റിമി ഇത് സമ്മതിച്ചത്. അല്ല അത് പറഞ്ഞതാ കേട്ടോ, പറഞ്ഞ അതാ അത് പറഞ്ഞു. ശരി, ഞാൻ എന്താ പരസ്യം ചെയ്തത്? വാക്ക് മാറ്റുവാണെങ്കിൽ വേറെ ഒന്നുമില്ല. 10 ലക്ഷം രൂപ ആണെങ്കിൽ ഞാൻ അങ്ങ് പിന്മാറിയേക്കാം. കേസും ഇല്ല, വഴക്കൊന്നുമില്ല. നമുക്ക് കണ്ടാ, ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് അറിയാണ്ട് പോലും ഇവരാളെ ഹെൽപ്പ് ചെയ്യാൻ പോയതാ ഞാൻ. ഇങ്ങനെ കൈ വെക്കുക. ഹായ് എന്ത് സുഗന്ധം, ഹായ് എന്ത് അനുഭൂതി. അത്രേ ഉള്ളൂ, ഡയലോഗേ ഉള്ളൂ. ആ ശരി എന്നാ റിമി ശ്ശെ, എന്നാ ചെയ്യാം. പക്ഷെ എന്ത് സാധനം ഒന്നും പറഞ്ഞു സാധനം അവിടെ പറയും. നമ്മുടെ സാധനം എത്തി ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഓക്കെ എന്താ ഡയലോഗ്? ഓക്കെ റെഡി. എന്ത് ഹായ് എന്ത് സുഗന്ധം, ഹായ് എന്ത് അനുഭൂതി. ഹായ് എന്ത് സുഗന്ധം, ഹായ് എന്ത് നല്ല അനുഭൂതി. ഇങ്ങനെ മതിയോ? അതല്ലേ, കുറച്ച് ഇത് കയ്യിൽ വെച്ചോ? അത് കുറച്ച് ഇതായിപ്പോയി. അത് ഉറക്കത്തിൽ സാമ്പ്രാണിയോ? അല്ല, സാമ്പ്രാണി. സാമ്പ്രാണി അല്ലേ? ചക്കരക്കുട്ടൻ സാമ്പ്രാണി. ചന്ദനത്തിരി. എനിക്ക് പറ്റൂല കേട്ടോ. എനിക്ക് പറ്റൂല. എനിക്ക് കേസ് കൊടുത്താലും സാരില്ല. ഈ സാമ്പ്രാണി തിരിയുടെ പരസ്യം എനിക്ക് ബുദ്ധിമുട്ടാ. ചന്ദനത്തിരി അപ്പൊ ഒരു ആക്ഷേപമായിട്ട് തോന്നുന്നുണ്ടോ? ആക്ഷേപമൊന്നുമല്ല. അല്ല എന്റെ ബ്രാൻഡ് ഒരു ആക്ഷേപമായിട്ട് തോന്നി. പേരാ ചക്കരക്കുട്ടൻ എന്ന് പറഞ്ഞു. ചക്കരക്കുട്ടൻ എന്ന് പറഞ്ഞ പേരൊക്കെ എന്താ പണ്ട്? എന്നാ പിന്നെ വേണ്ട, ആ കേസ് വിട്ടേരെ. ഒരു അമേരിക്കൻ ബ്രാൻഡ് ആണെങ്കിൽ കുഴപ്പമുണ്ടോ? അമേരിക്കൻ ബ്രാൻഡ് ആണെങ്കിൽ ചെയ്യാമോ? എന്താ സംഭവം നോക്കാം. എന്താ അപ്പൊ റെഡിയല്ലേ? എന്റെ ജീവിതത്തിന്റെ വിജയ രഹസ്യം. അത് വെറുതെ കൈ ഇങ്ങനെ വെക്കുന്നു, അത്രേ ഉള്ളൂ. എന്റെ ജീവിതത്തിന്റെ വിജയ രഹസ്യം. Okay, ready എന്താണ്? എന്താ അമേരിക്കൻ ബ്രാൻഡ് എന്താണ്? അതൊക്കെ അപ്പ പടയെന്ന് വരും, കണ്ടോണം. ഓക്കെ ആക്ഷൻ. എന്റെ ജീവിതത്തിന്റെ വിജയ രഹസ്യം. ഇതാണ് അമേരിക്കൻ ബ്രാൻഡ്. ഓക്കെ ഇതാണ് അമേരിക്കൻ ബ്രാൻഡ്. അത് അമേരിക്കൻ ബ്രാൻഡാണ്. ഈ സഞ്ചിയോ? ആ എന്റെ ഭാര്യയുടെ തയ്യൽ കടയുടെ പേരാണ് അമേരിക്കൻ ടൈലറിംഗ് സെന്റർ. താൻ പോടോ. എനിക്ക് ഇതൊരു മാതിരി ഇത് വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് കേട്ടോ. അതൊന്നല്ല, ഇത് ഇവിടെ ഇവര് നമുക്ക് എന്തെങ്കിലും അതിന് കമ്മീഷനും കാര്യങ്ങളൊക്കെ. ഇതെന്തുവാണ്? നമ്മുടെ ഗസ്റ്റ് അല്ലേ റിമി? അത് വളരെ മോശമല്ലേ? ഒന്ന് പോകൂ പ്ലീസ്. വേറെ ചന്ദനത്തിരി ഓക്കെ ആയിരുന്നു. ഇത് ഒരു ആക്ഷേപമായി. വിജയ രഹസ്യം എന്നൊക്കെ പറഞ്ഞ അത് റിമീനെ ഇൻസൾട്ട് ചെയ്യും പോലെയാണ്. പ്ലീസ്, നിങ്ങൾ ആരാണ് പൊട്ടക്കുഴി? അജയൻ. ഒന്ന് പോകൂ പ്ലീസ്. ആ 8ന്റെ പണിന്ന് ആ ബനിയനിൽ തന്നെ ആ ടീഷർട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 8ന്റെ പണിന്ന് ലൈനായിട്ട്. അതെ, അത് ഞാൻ ജുവലറി റിമി വളരെ ദേഷ്യത്തിലാണ്. ഒന്ന് പോകും ചേട്ടൻ പ്ലീസ്. അല്ല ഞാനത് പിന്നെ അഭിനയിക്കാൻ തയ്യാറായതുകൊണ്ടാണ്. അത് അങ്ങനല്ല, ചേട്ടൻ ട്രാപ്പിലാക്കിയതാണ് റിമിയെ. അത് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് റിമി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്താണ്. ഞാനൊരു മിനിമം 15 ആഡ്സ് ഇപ്പൊ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടിരിക്കുകയാണ്. അവരെല്ലാം ഇത് കണ്ടു കഴിഞ്ഞാ എന്റെ കൊടുത്ത അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സംഭവം കൊള്ളാം. സഞ്ചിയാ കൊടുത്തെങ്കിലും ചാക്കിനാ തള്ളുന്നു. അല്ല നിങ്ങൾ പ്ലീസ് ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യരുത്. അഡ്വാൻസ് തിരിച്ചു കൊടുക്കുമ്പോ ഈ ചാക്കിനകത്തിട്ട് കൊടുക്കാലോ, ഈ സഞ്ചിക്കകത്തിട്ട് കൊടുക്കാം. എനിക്ക് നിങ്ങളുടെ പരസ്യം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. വീഡിയോ വെച്ച് ഇത് കേസ് കൊടുക്കൂല, കുഴപ്പമില്ല. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് കോടതി കാണാം. നമുക്ക് കോടതി കാണാം.